ഈ വേസ്റ്റൊക്കെ ഒന്ന് എടുക്കണം ആദ്യം. ഇത് മുകളിൽ ഈ സാധനം കളഞ്ഞാലേ ശരിക്കും ആട് വൃത്തിയാവും. അപ്പോൾ നമ്മളിന്ന് ആടിനെ കളിമണ്ണിൽ ചുടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ് എന്തായാലും. അപ്പോൾ അത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ചുട്ടെടുക്കാൻ. ഒരു 10 കിലോ ഉണ്ടത്. ഒരുപാട് മൂപ്പുള്ള ആളാണെങ്കിലും നമുക്ക് ഇങ്ങനെ ചുട്ടെടുക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 10 കിലോ ഒക്കെ കുഴപ്പമില്ല. നന്നായി കഴുകിയെടുക്കാം ആദ്യം. ഒഴിച്ചു സ്പീഡിൽ ഒഴിക്കും. നല്ലോണം ബ്ലഡൊക്കെ പോട്ടെ. ഇനി നമുക്ക് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഫുള്ള് ലൈൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇറച്ചിൻ്റെ അകത്ത് മസാലകൾ ഇറങ്ങില്ല. ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് കഴുകണം. നമുക്ക് മസാല മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് 3ഉം കൂടി ചേർത്ത് അരച്ചതാണ്. നാരങ്ങ പൊടിയാണ്. പാകത്തിന് ഉപ്പ്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മതി. ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് കൂള് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ മിക്സിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് രാത്രി തേച്ച് പിടിപ്പിക്കാം. നല്ലോണം തേച്ച് പിടിപ്പിക്കണം. ഇത് ഉള്ളിലൊക്കെ നല്ലപോലെ തേച്ച് പിടിക്കണം. സൈഡ് കൊടുത്തേക്കണം. കുറച്ച് പച്ചക്കറികൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം, കേബേജ്, ഉള്ളി, തക്കാളി, പച്ചമുളക്. ഇനി കുറച്ച് മല്ലിയില, ഇതിൻ്റെ ഫ്ലേവറൊക്കെ വേകുമ്പോൾ ഇറച്ചിക്കകത്ത് പിടിക്കും, അതിനാണ്. അതുപോലെ തന്നെ കുറച്ച് പുതിനയില. നമുക്കിതിനെ ഒന്ന് ലോക്ക് ചെയ്യാം. ഇതിൻ്റെ കാലിന് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തുളയിട്ടിട്ടുണ്ട്. ഫോയിൽ പേപ്പർ കിട്ടുമ്പോൾ ശരിയാക്കും. നമുക്കിതിനെ ഇല വെച്ച് ആദ്യം ഒന്ന് പാക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് അലുമിനിയം ഫോയിൽ ഇട്ടൊന്ന് പാക്ക് ചെയ്യാനുണ്ട്.
ഫോയിൽ വെച്ച് ഒന്ന് പാക്ക് ചെയ്തെടുക്കണം അതിൽ, അല്ലെങ്കിൽ ശരിക്കും നിൽക്കില്ല. സൈഡാണ് കെട്ടിയിട്ട് ഇത് ചിലപ്പോൾ നിൽക്കില്ല. ഇനി ഇത് എവിടെയും പോവില്ല കേട്ടോ. നമുക്ക് കുറച്ച് മണ്ണ് കുഴച്ചെടുക്കണം. ഇതാണ് നമ്മളതിൽ പുതിയ മുളക്. നമുക്ക് ഇതിൽ തേച്ച് വയ്ക്കാം. നമുക്കിതിനെ വെച്ചു കൊടുക്കാം. ചൂടുണ്ട് നമ്മൾ റെഡി. ഇതൊരു കുറച്ച് നേരം ഇരിക്കേണ്ട വരും എന്തായാലും. എല്ലാ സൈഡും കത്തണം. ചെറിയ ചെറിയ പീസുകളൊക്കെ മുകളിലെടുത്തിട്ടാ അടുത്ത് പോകാൻ ഭയങ്കര തീയാം. മൂടും കത്തട്ടെ. ഇടയിൽ ഒരു പൊട്ടലും ചെയ്തിട്ട് കേൾക്കുന്നുണ്ട്. മണ്ണൊക്കെ കുറച്ച് വിട്ടുപോയി. അത് വിടും. നല്ല ചൂടല്ലേ, തീ നല്ല ചൂടാണല്ലോ. അപ്പം നമ്മളൊരു 2 മണിക്കൂറായി. നമുക്ക് തീയൊക്കെ ഒന്ന് മാറ്റുക. ആയിട്ടാണ് സംഭവം. 2 മണിക്കൂർ നല്ലോണം തീ കത്തിച്ച. ചില ഭാഗത്തെ മണ്ണൊക്കെ പോയിട്ടുണ്ട്. മണ്ണൊക്കെ ഉണങ്ങി. എന്തൊക്കെയോ സംഭവിച്ചിട്ടുള്ളിൽ. അഴിച്ചു നോക്കിയാലേ എന്താ സംഭവം എന്നറിയുള്ളൂ. നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇലയെക്കുള്ളിൽ കരിഞ്ഞിട്ടുണ്ട്. വാഴയിലൊക്കെ കരിഞ്ഞ് ഇതായി. ഇലയാണ് ഇല. നമ്മൾ ഇറച്ചിക്കൊന്നും ആയിട്ടില്ല. അടിപൊളി. നല്ല ചൂടുണ്ട്. ആവി. നമ്മൾ പച്ചക്കറിയൊക്കെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ വേറൊരു ഇലയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഗതിയൊക്കെ വെന്തതാണ്, വിട്ട് വരാനായിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് നമ്മൾ പച്ചക്കറി ഇട്ടുണ്ടായിരുന്നു. അതെന്തായി നോക്കണമല്ലോ. ചട്ടമുട്ട്, പുതിന, മല്ലി. നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഇട്ടാണ് അതിനകത്ത്. ഒക്കെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ക്യാപ്സിക്കം ഒക്കെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് സംഭവം.
പുതിനയും മല്ലിയും നമുക്ക് ഉപയോഗിക്കാനുള്ളതല്ല, അത് ഒരു ഫ്ലേവറിന് വേണ്ടി നമ്മൾ അതിനകത്തിട്ടാണ്. അപ്പോൾ നമ്മുടെ സംഗതി വെന്തിട്ടുണ്ട്. സൂപ്പർ. ഇത് അമീറാണ് പിടിച്ച് വലിക്ക്. നമ്മുടെ സൗദിയിലെ സുഹൃത്താണ്, നാട്ടുകാരാണ്. ആ അടിപൊളി അടിപൊളി അല്ലേ? നമുക്ക് ഓരോ പീസ് എടുത്ത് കഴിച്ച് നോക്കണം. സംഗതി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ചുട്ട കോഴി സൂപ്പർ. കോഴിയല്ല, ചുട്ട ആട് സൂപ്പർ. ചെറുനാരങ്ങ പിഴിഞ്ഞ് അടിച്ചാലേ സംഗതി ശരിക്കും ടേസ്റ്റ് അറിയണോ. അതിനോട് മാറാട്ടാ. അടിപൊളി. നല്ല വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് നല്ല സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കൈ കുറവാണ് വെക്കുന്നത്. ഇവിടെ അതായത് വാമാണ് കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു. പച്ചക്കറി കറിക്കും പച്ചക്കറി പച്ചക്കറി ടേസ്റ്റ് ഇട്ടാ ശരിയാ. ഇതെല്ലാം കഴിക്കാം. ഇലയെടുത്ത് അത് പ്രശ്നം ഇറച്ചി വെച്ചിട്ട് പൊതിഞ്ഞ് നിങ്ങൾ കഴിക്കണം. ദേവി അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. നന്നായി വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. അതെ, നമ്മൾ ആട് ആദ്യമായിട്ട് ചുട്ട് കഴിക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സംഭവം സൂപ്പറാണ്ടാ. പക്ഷേ നമ്മൾ കറി വെക്കുന്ന ടേസ്റ്റ് അല്ല, ഇതിന് വ്യത്യസ്തമായൊരു ചുട്ടതിലൊരു വ്യത്യസ്തമായൊരു ടേസ്റ്റ്. നല്ല ചൂട് അതെ, ഇതുപോലെ കഴിക്കണം. ചേരുവകളൊക്കെ വേണട്ടാ. അഭിപ്രായം എന്താ ശരിക്കും? പൂ പോലെ കുഴപ്പമില്ല, നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. പൂ പോലെ വരുന്ന പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അതെ, സൗദിയിൽ ഇരിക്കുന്നവർക്ക് ഇത് ഇതുപോലത്തെ പുഴുങ്ങിയതും ചുട്ടതുപോലെ അത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കസ് ലെറ്റ്യൂസ് ഇതൊക്കെ തന്നെയാണ് കഴിക്കാം. അപ്പോൾ എന്തായാലും സംഭവം സൂപ്പറാണ്, അടിപൊളി. ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് അല്ലേ? നമ്മൾ ആട്ടിറച്ചി കറി വെച്ച് കഴിക്കുന്നത് ബിരിയാണി വെച്ച് കഴിക്കുന്ന പോലെയല്ല, ഇത് വേറൊരു വ്യത്യസ്തമായ ടേസ്റ്റ്. അത് അനുഭവിച്ച് തന്നെ അറിയണം. അതെ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. ഇതുപോലത്തെ വ്യത്യസ്തമായ റെസിപ്പിയുമായി ഞങ്ങൾ വീണ്ടും കാണാനായിട്ട് നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. ബൈ.